കിടക്കാനൊരിടമൊരുക്കി ഒരു കുടുംബത്തെ കൂടി ചേർത്ത് പിടിച്ച് കരുതലിന്റെ പ്രവർത്തകർ. ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയാണ് 101ാമത്തെ വീട് ചിങ്ങപ്പുലരിയിൽ യാഥാർത്ഥ്യമാക്കിയത്. ജീവകാരുണ്യ പ്രസ്ഥാനമായ ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ 101ാമത്തെ വീട് ചിങ്ങപ്പുലരിയിൽ കൈമാറി. കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ 101ാമത്തെ വീടാണ്. ഈ അത്ഭുതങ്ങളുടെ പറദീസ എന്നാണ് ഞാൻ ഈ വീടിന് പേരിട്ടത്. കാരണം പ്രതീക്ഷിക്കാത്ത ഒരു വീടാണ്. പനച്ചൂർ ജോണച്ചായൻ കുടുംബമാണ് ഈ വീട് സജിക്കായിട്ട് കൊടുത്തത്. സജി 2 പെൺകുഞ്ഞുങ്ങളുമായിട്ട് രോഗിയായ സജിക്ക് ഇങ്ങനൊരു വീട് പെട്ടെന്ന് കാഞ്ഞൂരുള്ള അജിയാണ് ഈ വീട് പണിത് പൂർത്തീകരിച്ചത്. കല്ലിട്ട് 3 മാസം കൊണ്ട് ഇത്ര മനോഹരമായ ഒരു വീടൊരുക്കുവാൻ സാധിച്ചു. കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ വലിയ സന്തോഷത്തിലാണ് ഞങ്ങളിന്ന് 104ാമത്തെ വീടിന് നാളെ രാവിലെ ഇതുപോലെ 7:30 കല്ലിടുന്നു. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും സഹായവും ഉണ്ടാവണം. നമുക്കൊരു ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ നമുക്ക് ഈ സമൂഹത്തിലെ ദുഃഖങ്ങൾക്കൊരു മാറ്റവും സന്തോഷവും വരുത്തുവാൻ ഒരു നിമിഷങ്ങൾ മതി. ആ ഇടപെടലാണ് നമ്മുടെ ഭാഗത്തുണ്ടാവേണ്ടത്. എല്ലാവർക്കും ഇതിനോട് സഹകരിച്ച ജോലി ചെയ്ത എല്ലാവരും സജിക്ക് വേണ്ടി നന്ദി പറയും. ഹരിപ്പാട് വെട്ടുവേനി നവനീതത്തിൽ സജിമോൻ നിധി ദമ്പതികൾക്കാണ് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകിയത്. കാർത്തികപ്പള്ളി പനച്ചൂർ ജോണും കുടുംബവുമാണ് കരുതലിനായി വീട് നിർമ്മിച്ചു നൽകിയത്. ചിങ്ങിപ്പിറവി ദിനത്തിൽ നടന്ന ചടങ്ങിൽ ഷിബു ഉമ്മൻ പനച്ചൂർ താക്കോൽദാനം നിർവഹിച്ചു. കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയ്ക്ക് ഒരു ആസ്ഥാനമില്ല, ഓഫീസില്ല, വെബ്സൈറ്റ് ഇല്ല, വാട്സപ്പ് ഗ്രൂപ്പില്ല. എന്നാൽ 101 വീടാകാൻ സാധിച്ചു. അവിടെയാണ് ദൈവമാണ് ഞങ്ങളുടെ ആസ്ഥാനവും, ദൈവമാണ് ഞങ്ങളുടെ വെബ്സൈറ്റും, ദൈവമാണ് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ്. ഞങ്ങളിപ്പോൾ സജിയാണ് ദൈവമായിട്ട് കണ്ടത്, ഈ കുഞ്ഞുങ്ങളെയാണ് ദൈവമായിട്ട് കണ്ടത്. ശരിക്കും പനച്ചൂരെ ജോണച്ചായനും കുടുംബവും, പ്രത്യേകിച്ച് അമ്മാമ മേരിമാമ എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. മേരിമാമ കരഞ്ഞുകൊണ്ടാണ് എന്നെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത്. സന്തോഷത്തോടെ ഈ വീടിൻ്റെ താക്കോൽ കൊടുക്കുവാൻ ആ കുടുംബത്തെ തന്നെ ഷിബു ഉമ്മൻ എന്ന് പറഞ്ഞ അച്ഛനെ കൊണ്ട് സാധിച്ചു. കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ പ്രസന്നകുമാരി, സുഭാഷിണി, കരുതൽ പ്രവർത്തകരായ അഷ്റഫ് കാട്ടിൽ, സുഭാഷ് വടകര, ജോസ് സാമുവൽ, ചോമോൻ, റിയാസ്, അനീഷ്, ത്രികല എന്നിവർ പങ്കെടുത്തു. CDNet ന്യൂസ്, ഹരിപ്പാട്.